വയനാട് ചൂരമല ദുരന്തബാധിതർക്കായി സർക്കാർ നിർമ്മിച്ചു നൽകുന്ന വീടുകളുടെ നറുക്കെടുപ്പ് പുരോഗമിക്കുന്നു. ആദ്യഘട്ടത്തിൽ നൽകുന്ന 178 കുടുംബങ്ങൾക്കുള്ള നറുക്കെടുപ്പാണ് നടക്കുന്നത്. മന്ത്രി OR കേളു, ജില്ലാ കളക്ടർ എന്നിവരുടെ സാന്നിധ്യത്തിലാണ് നറുക്കെടുപ്പ്. മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതർക്കായി സർക്കാർ നിർമ്മിക്കുന്ന ടൗൺഷിപ്പിലെ വീടുകളുടെ കൈമാറ്റത്തിന്റെ നറുക്കെടുപ്പാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. 178 വീടുകളാണ് ആദ്യഘട്ടത്തിൽ കൊടുക്കുക. 410 വീടുകളാണ് ആകെ കൽപ്പറ്റയിൽ ഉയരുന്ന ടൗൺഷിപ്പിൽ നിർമ്മിക്കുന്നത്. അതിൽ ആദ്യഘട്ടത്തിൽ 178 വീടുകളാണ് കൊടുക്കുന്നത്. ഫേസ് 1-ൽപ്പെട്ട ആളുകൾക്കാണ് ഇത് കൊടുക്കുക. അത് 4 സോണുകളാണ് ആകെയുള്ളത്. സോൺ 1, സോൺ 2, സോൺ 3, സോൺ 4. അതിൽ 1, 3, 4 എന്നീ സോണുകളിൽ പൂർത്തിയായ വീടുകളാണ് 178 എന്നുള്ളത്. ആ വീടുകളാണ് ഇപ്പോൾ ദുരന്തബാധിതർക്കായി കൈമാറുന്നത്. അതിന്റെ നറുക്കെടുപ്പ് മന്ത്രി OR കേളുവിന്റെ അധ്യക്ഷതയിൽ മേപ്പാടിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, അടുത്ത 3 മാസം, അതായത് ഈ ദുരന്തബാധിതർ വീട്ടിലേക്ക് താമസം മാറി 3 മാസം ഇവർക്ക് സർക്കാരിലേക്ക് അടക്കേണ്ട വൈദ്യുതിയോ അതുപോലെ വാട്ടർ കണക്ഷൻ ഉൾപ്പെടെയുള്ള ഫീസുകളൊന്നും തന്നെ അടക്കേണ്ട, അത് പരിപൂർണമായും സൗജന്യമായിരിക്കും എന്നുള്ളതാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഫെബ്രുവരി 25-ാം തീയതിയാണ് ടൗൺഷിപ്പിന്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം നടക്കുക. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടന കർമ്മം നിർവഹിക്കും. അന്ന് തന്നെ ഈ 178 വീടുകളുടെ താക്കോൽ ദാനവും നടക്കുമെന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും വയനാട് സംബന്ധിച്ചിടത്തോളം, ദുരന്തബാധിതരെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസത്തിന്റെ നാളുകളാണ് ഇനി വരാനിരിക്കുന്നത്. കഴിഞ്ഞ 1.5 വർഷമായി ദുരിതം അനുഭവിക്കുന്ന ഒരു ജനതയാണ്. അവർ വാടക വീടുകളിൽ ഏറെ പ്രയാസപ്പെട്ടുകൊണ്ട് കഴിയുന്ന ഒരു അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ അതിനെല്ലാം ഒരു മാറ്റം വരുത്തിക്കൊണ്ട് പൂർണ്ണാർത്ഥത്തിൽ അവരെ ചേർത്ത് പിടിക്കുന്ന ഒരു നിലപാടാണ്. അതിൻ്റെ ഒരു ഉദാഹരണമാണ് ടൗൺഷിപ്പിലെ വീടുകൾ ഇപ്പോൾ കൈമാറുന്നത്. അതിൽ ആദ്യഘട്ടത്തിലുള്ള വീടുകളുടെ നറുക്കെടുപ്പാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്.